അധ്യായം 66 അത്തഹരീം. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 12. നിഷിദ്ധമാക്കൽ എന്നാണ് തഹരീമിന്റെ ഭാഷാർത്ഥം. ഒന്നാം സൂക്തത്തിൽ ഇതിന്റെ ക്രിയാപദം വന്നിട്ടുണ്ട്. പ്രവാചക പത്നിമാരുടെ പ്രീതി പരിഗണിച്ച് അനുവദനീയമായ പാനീയം കുടിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചതിനെ ചോദ്യം ചെയ്യുന്ന ഈ അധ്യായം അവതീർണമായത് ഹിജ്റ 7-8 വർഷങ്ങളിലാണ്. പ്രവാചകന്റെ കുടുംബജീവിതത്തിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയാണ് ആദ്യ ഭാഗം. തുടർന്ന് പാപമോചനത്തിനും പശ്ചാത്താപത്തിനുമുള്ള ആഹ്വാനമാണ്. അവസാന ഭാഗത്ത് 4 സ്ത്രീകളെ ഉദാഹരിക്കുന്നു. 2 പേരെ സത്യനിഷേധത്തിനും 2 പേരെ സത്യവിശ്വാസത്തിനും മാതൃകയാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബിയെ, നീ എന്തിനാണ് ഭാര്യമാരുടെ പ്രീതി കാംക്ഷിച്ച് അല്ലാഹു അനുവദനീയമാക്കിയത് നിഷിദ്ധമാക്കുന്നത്? അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ. നിങ്ങളുടെ ശബദ്ധങ്ങൾക്കുള്ള പരിഹാരം അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അല്ലാഹുവാണ് നിങ്ങളുടെ രക്ഷകൻ, സർവജ്ഞനും യുക്തിമാനുമാണ് അവൻ. പ്രവാചകൻ തന്റെ ഭാര്യമാരിലൊരാളോട് ഒരു രഹസ്യവർത്തമാനം പറഞ്ഞു. അവരത് മറ്റൊരാളെ അറിയിച്ചു. രഹസ്യം പരസ്യമായ വിവരം അല്ലാഹു പ്രവാചകനെ ധരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അതിലെ ചില വശങ്ങൾ ആ ഭാര്യയെ അറിയിച്ചു, ചില വശം ഒഴിവാക്കുകയും ചെയ്തു. ഇക്കാര്യം പ്രവാചകൻ അവരോട് പറഞ്ഞപ്പോൾ, ആരാണിത് താങ്കളെ അറിയിച്ചതെന്ന് അവർ ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായവനാണ് എന്നെ വിവരമറിയിച്ചത്. നിങ്ങളിരുവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്കുത്തമം. കാരണം നിങ്ങളിരുവരുടെയും മനസ്സുകൾ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അഥവാ നിങ്ങളിരുവരും അദ്ദേഹത്തിനെതിരെ പരസ്പരം സഹായിക്കുകയാണെങ്കിൽ അറിയുക, അല്ലാഹുവാണ് അദ്ദേഹത്തിന്റെ രക്ഷകൻ. പിന്നെ ജിബ്രീലും സച്ചരിതരായ മുഴുവൻ സത്യവിശ്വാസികളും മലക്കുകളുമെല്ലാം അദ്ദേഹത്തിന്റെ സഹായികളാണ്. പ്രവാചകൻ നിങ്ങളെയൊക്കെ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ പകരം അല്ലാഹു അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ നൽകിയേക്കാം. മുസ്ലിങ്ങളും സത്യവിശ്വാസിനികളും ഭയഭക്തരും പശ്ചാത്തപിക്കുന്നവരും ആരാധനാനിരതരും വ്രതനിഷ്ഠരും വിധവകളും കന്യകകളുമായ സ്ത്രീകളെ. വിശ്വസിച്ചവരെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുക. അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അതിന്റെ മേൽനോട്ടത്തിന് പരുഷപ്രകൃതരും ശക്തരുമായ മലക്കുകളാണുണ്ടാവുക. അല്ലാഹുവിന്റെ ആജ്ഞകളെ അവർ അല്പം പോലും ലംഘിക്കുകയില്ല. അവരോട് ആജ്ഞാപിക്കുന്നതൊക്കെ അതേപടി പ്രാവർത്തികമാക്കുന്നതുമാണ്. സത്യനിഷേധികളെ, നിങ്ങൾ ഇന്ന് ഒഴികഴിവൊന്നും പറയാൻ നോക്കേണ്ട. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ പ്രതിഫലം മാത്രമാണ് നിങ്ങൾക്കിപ്പോൾ നൽകുന്നത്. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവോട് പശ്ചാത്തപിക്കുക. ആത്മാർത്ഥമായ പശ്ചാത്താപം. നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ തിന്മകൾ മായ്ച്ചുകളയുകയും താഴ്ഭാഗത്തൂടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം. അല്ലാഹു തന്റെ പ്രവാചകനെയും കൂടെയുള്ള വിശ്വാസികളെയും നിന്ദിക്കാത്ത ദിനമാണത്. അവരുടെ മുന്നിലും വലതുഭാഗത്തും തങ്ങളുടെ തന്നെ പ്രകാശം പ്രസരിച്ചുകൊണ്ടിരിക്കും. അവർ പറയും, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ. ഞങ്ങളോട് നീ പൊറുക്കണമേ. നീ എല്ലാറ്റിനും കഴിവുറ്റവൻ തന്നെ, തീർച്ച. പ്രവാചകരെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക. അവരോട് കർക്കശമായി പെരുമാറുക. അവരുടെ സങ്കേതം നരകമാകുന്നു. എത്ര ചീത്ത സങ്കേതം! സത്യനിഷേധികൾക്ക് ഉദാഹരണമായി അല്ലാഹു നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ എടുത്തു കാണിക്കുന്നു. അവരിരുവരും സദ്വൃത്തരായ നമ്മുടെ 2 ദാസന്മാരുടെ ഭാര്യമാരായിരുന്നു. എന്നിട്ടും അവരിരുവരും
തങ്ങളുടെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു. അതിനാൽ അവരിരുവർക്കും അല്ലാഹുവിന്റെ ശിക്ഷയുടെ കാര്യത്തിൽ ഭർത്താക്കന്മാരൊട്ടും ഉപകാരപ്പെട്ടില്ല. ഇരുവരോടും പറഞ്ഞത് ഇതായിരുന്നു: നരകയാത്രികരോടൊപ്പം നിങ്ങൾ ഇരുവരും അതിൽ പ്രവേശിക്കുക. സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അല്ലാഹു ഫിർഔന്റെ പത്നിയെ എടുത്തു കാണിക്കുന്നു. അവർ അല്ലാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: എന്റെ നാഥ, എനിക്ക് നിന്റെ അടുത്ത് സ്വർഗ്ഗത്തിലൊരു വീട് ഉണ്ടാക്കിത്തരണമേ. ഫിർഔനിൽ നിന്നും അയാളുടെ ദുർവൃത്തിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അക്രമികളായ ജനത്തിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ. ഇമ്രാന്റെ പുത്രി മറിയമിനെയും ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. അവർ തന്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിച്ചു. അപ്പോൾ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി. അവളോ തന്റെ നാഥനിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി. അവൾ ഭക്തരിൽപ്പെട്ടവളായിരുന്നു.